ഗൈസ്, ഇന്നലെ നമുക്ക് അത്യാവശ്യം മീഡിയം സൈസ് വലുപ്പത്തിലുള്ള കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് വെച്ച് നമുക്കൊരു സെമി ഗ്രേവി ടൈപ്പിലുള്ളൊരു ചെമ്മീൻ വരട്ട് അങ്ങോട്ട് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഇതിനു വേണ്ടി ഇതാ ഒരു ചട്ടി ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ സവാള ഇതുപോലെ ചെറുതായി ഒന്ന് അരിഞ്ഞിട്ട് ഇതിലേക്കൊന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഉള്ളിയൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ചൊരു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഉപ്പ് ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് 2 പച്ചമുളക് ഇതുപോലെ സൈഡായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടും കൂടെ ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. തീ കുറച്ച് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അതുപോലെ പെട്ടെന്ന് നന്നായിട്ടൊന്ന് വാടി കിട്ടും കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് 2 തക്കാളി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതും കൂടെ ഈ ഒരു മിക്സിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ഉള്ളിയുടെയും തക്കാളിയുടെയും ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ഇട്ടെടുക്കാവുന്നതാണ്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ആണ് ഇട്ടെടുത്തിട്ടുള്ളത്. ഇനി ഈ പൊടികളൊക്കെ നമ്മുടെ തക്കാളിയിലും ഉള്ളിയിലൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കത്തക്ക രീതിയിൽ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഇതിൻ്റെ എരിവും പുളിയും ഒക്കെ സെറ്റാണെന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീനാണ്. ഇതെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് ഈ ഒരു മസാലയിൽ ഒന്ന് പൊതിഞ്ഞെടുക്കണം. ചെമ്മീൻ അത്യാവശ്യം നല്ല വേവുള്ള ഫിഷ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ നേരത്തെ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്ന തക്കാളിയുടെ ആ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഈ വെള്ളം എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കൊന്ന് ഒഴിച്ച് എല്ലാം കൂടെ ഒന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ജസ്റ്റ് ഒരു ഹാഫ് വേവായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ടൊന്നും കൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഞാനിതാ നമ്മുടെ ചെമ്മീൻ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നോക്കുമ്പോൾ തന്നെ നമ്മുടെ ചെമ്മീൻ ഏകദേശം നല്ലപോലെ ഒന്ന് വെള്ളമൊക്കെ വറ്റി നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഏകദേശം ഒരു സെമി ഗ്രേവി ടൈപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റിയെടുക്കാവുന്നതാണ്. നമുക്കിത് ചൂട് ചോറോട് കൂടിയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റമാണ്. ഇനി നിങ്ങളിതുപോലെ നിങ്ങളുടെ വീട്ടിൽ ചെമ്മീൻ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ആ ഫീഡ്ബാക്ക് കൂടെ എന്നൊന്ന് അറിയിക്കണേ.